മറുപടിയുണ്ട്. എടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും, കൃത്യമായ സ്റ്റെപ്പിനെ കുറിച്ചും. ഒരു സാധനത്തിന് പോലും എന്തിനൊക്കെയാണ് ക്ഷാമം എന്ന് പറഞ്ഞാൽ ആ ക്ഷാമം ഉള്ള കാര്യങ്ങൾ ലോക്കൽ പർച്ചേസ് നടത്താൻ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞത് ലോക്കൽ പർച്ചേസ് നടത്തിയാൽ നമ്മുടെ ആശുപത്രി വികസന ഫണ്ടിലെ പണം മുഴുവൻ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ടെൻഡർ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുവന്ന്. ഇപ്പൊ ആ ടെൻഷൻ ഇല്ല. ആശുപത്രി വികസന ഫണ്ടിൽ 5 പൈസ ഇല്ല. കാരണം കാരുണ്യയുടെ പൈസ കൊടുത്തിട്ടില്ല. ഒരു പൈസ ഇല്ല. ഒരു വികസന സമിതിയിൽ ഒരു നയാ പൈസ ഇല്ല ഇപ്പൊ. അപ്പൊ അത് ഒരു ഭരണക്രമത്തിലെ ഒരു നടപടിക്രമത്തിൽ ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടി ഒരു അംഗം. ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചെയ്ത പണിയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല മറുപടിയും തന്നു. അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ളൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തിച്ചു. അങ്ങ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. സർ, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടുകൾ കുറവാണെന്ന്. ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടുകളിൽ വരുന്ന തുക എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികൾ കൊടുക്കുന്ന തുകയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ രോഗികളുടെ എണ്ണം കുറയുമ്പോഴാണുള്ള തുക കുറയുന്നത്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ പറയാ ആ തുക ഇപ്പൊ ഇല്ല. കാരണം പൈസ ചെലവാക്കാനില്ല. കാരുണ്യ പദ്ധതി അടക്കം എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്? ആശുപത്രികൾക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക്, സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ. ഏകദേശം 1800-നും 2000 കോടി രൂപ വരും. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൃത്യമായി പണം കൊടുക്കാത്തതുകൊണ്ടാണ് അവർ സപ്ലൈ ഡിലേ ചെയ്തത്. പല സ്ഥലത്തും മരുന്നിന്റെ ഡെഫിഷ്യൻസി വന്നു. ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ഞങ്ങളൊക്കെ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഹൗസിൽ വരുന്നത്. അവിടെ ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ ജനപ്രതിനിധികളെ വിളിച്ച് ഫോണിൽ പറയും ആശുപത്രിയിൽ ഇന്ന മരുന്നില്ല. അപ്പൊ ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ അന്വേഷിച്ച് DMO വിളിക്കും, DHSനെ വിളിക്കും, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ വിളിക്കും. എന്താ കാരണം എന്ന് ചോദിക്കും. അങ്ങനെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. ജനങ്ങളോടൊപ്പം ആണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. സാറേ, ആരോഗ്യ കേരളത്തിലെ ആരാണ് പരാതി പറഞ്ഞത്? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് വന്നത്. ഇടതുപക്ഷ സഹയാത്രികൻ. കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് മുഴുവൻ നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. എന്നിട്ടാണ് അദ്ദേഹം വന്നു പറഞ്ഞ രാഷ്ട്രീയമല്ലല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പീക്കർ സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം നീട്ടിക്കൊണ്ടുവന്നത് അനൗചിത്യമാണ്. ഞാൻ പെട്ടെന്ന് ചുരുക്കാം. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. സർ, അങ്ങ് ആ സബ്മിഷനിൽ പറഞ്ഞത് HDS ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി നേഴ്സുമാർക്കും മറ്റാളുകൾക്കുമെല്ലാം കൊടുക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ല. അതുകൊണ്ടാണ് ആ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി. അങ്ങ് ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. വലിയ നിലയിൽ മരുന്നു മാഫിയ മന്ത്രിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നെല്ലാം പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉയർന്നു. 15 കോടി രൂപ വാങ്ങി എന്നൊക്കെ ആരോപണങ്ങൾ വരുന്നു. ആ ഘട്ടത്തിലാണ് അങ്ങ് പറഞ്ഞത് ഞാനത് ഉദ്ധരിക്കാൻ കാരണം ആ കാലത്തെ അവസ്ഥ അങ്ങ് തന്നെ പറഞ്ഞത് വെച്ചാണ്. സാർ, ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. സാർ, അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോപണം അങ്ങ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കാൻ നമ്മൾ അനുമതി കൊടുത്തപ്പോൾ ഇതിനു മുൻപ് ഈ സഭയിൽ ഉണ്ടാകാതിരുന്ന ആരോഗ്യ മന്ത്രിയെ കുറിച്ച് വളരെ മോശമായ ഇത് നടത്തിയത് ഒരു അംഗത്തിന് യോജിച്ചതല്ല, തെറ്റാണ്. അങ്ങ് കിട്ടിയ അവസരം തെറ്റായിട്ട് ഉപയോഗിച്ചു. സാർ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന ഫണ്ടിലെ പണം താൽക്കാലിക ജീവനക്കാർക്ക് കൊടുക്കാനും നഴ്സുമാർ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ നഴ്സുമാരെ വെക്കാനും പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാ. സാർ, ഇവിടെയുള്ള ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി പറഞ്ഞ ഒരാൾ, എന്റെ സ്നേഹിതൻ, പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. കോട്ടൺ പഞ്ഞി. ഞാൻ തെളിവ് തരാം. കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു. പുറത്തുനിന്ന് കോട്ടൺ മേടിക്കേണ്ടി വന്നു. സൂചി വാങ്ങിക്കേണ്ടി വന്നു. പല സ്ഥലത്തും ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഒരു രാവിലെ റിപ്പോർട്ട് കളമശ്ശേരിയിൽ നിന്നും തോളിലെ ഒരു ഞരമ്പിന് പ്രശ്നമാണ്. അതിന് കീ ഹോൾ സർജറി ചെയ്യണം. 90,000 രൂപ കൊടുക്കാൻ പറയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. സാധത്ത് ഇടപെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു പേഷ്യന്റിനെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തോളലിൽ ഒരു ഞരമ്പിന് കീ ഹോൾ ചെയ്യാൻ അവിടെ ചെല്ലുന്ന പേഷ്യന്റ് 90,000 രൂപ കൊടുക്കണമെങ്കിൽ
പിന്നെ എന്തിനാ സർ സർക്കാർ ആശുപത്രി പോണ്? ഞങ്ങൾ സർക്കാർ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം, സർക്കാർ ആശുപത്രികൾ ശ്രദ്ധിക്കണം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് പോവുകയാണ്. പബ്ലിക് ഹെൽത്ത് വളരെ മോശമായി പോവുകയാണ്. സാംക്രമിക രോഗങ്ങളും സാംക്രമികമല്ലാത്ത രോഗങ്ങളും വർദ്ധിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുകയാണ്. ഗൗരവതരമായ പഠനം നടത്തി അതിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഈ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കണ്ടേ? വെന്റിലേറ്റർ പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? സാറി, മന്ത്രി മുഴുവൻ ചെയ്യുന്നത് പഴയ കണക്കാണ്. ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. നമ്മളെ വിളിച്ച ആളുകൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മറ്റേത് അങ്ങനെയാണോ? ഇവിടെ കോവിഡ്, ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയുന്നില്ല. കോവിഡിന്റെ കാലമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. 1ാമത്തെ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ 3 ഇരട്ടിയാ, 9.5 കോടി ആണ്. 28,000 പേര് മരിച്ചത് ഒളിപ്പിച്ചു വെച്ച സർക്കാരാണ്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഒരു മിനിറ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഞങ്ങളിവിടെ പുറത്തു കൊണ്ടുവന്ന് ഇവിടെ ആദ്യത്തെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ ചക്ക വീണാണ് ആള് ചത്തതെന്ന് പറഞ്ഞ മന്ത്രിയാണ്. പിന്നീട് 28,000 പേരുടെ പേര് നിങ്ങളുടെ ആദ്യത്തെ സർക്കാർ ഒളിപ്പിച്ചു വെച്ച 28,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പിന്നെ പുറത്തു വന്നല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ 28,000 പേരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് 28,000 പേരുടെ പേര് പുറത്തു വന്നത്. എന്നിട്ട് ഇപ്പോഴും കോവിഡിൽ മുഴുവൻ നടന്നത് കൊള്ളയും കവർച്ചയുമാണ്. കൊള്ളയും കവർച്ചയുമാണ്. മനസ്സിലായില്ലേ? മരണ വീട്ടിൽ പോക്കറ്റ് അടിച്ചു, വിശ്വനാഥ് പറഞ്ഞതുപോലെ. അങ്ങനെ അങ്ങേക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം. ഇവിടെയല്ല. ഞങ്ങൾ സംസാരിക്കുമ്പോഴൊന്നും ഇയാൾക്ക് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി എടുക്കണം. സഭയിൽ വന്നിട്ടല്ല ഇവിടെ കാണിക്കുന്നതായിരുന്നു. ഞങ്ങളങ്ങനെ വരട്ടും ശബ്ദം കാണിച്ചു. അതുകൊണ്ട് കോവിഡ് കാലത്തെ ഒന്നും ഒരു ക്രെഡിറ്റ് എടുക്കണ്ട. ഈ കാലഘട്ടത്തിൽ ആരോഗ്യ കേരളത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ആശ്രയിക്കുമ്പോൾ അവർക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. മെഡിസിൻ ഇല്ല, എക്യുപ്മെന്റ്. ഡോക്ടർമാരുൾപ്പെടെ പരാതികൾ പറഞ്ഞില്ലേ? നിങ്ങൾ എന്നിട്ട് ആ ഡോക്ടറെ വരട്ടാൻ നോക്കി, ഭയപ്പെടുത്താൻ നോക്കി. എന്നിട്ടും ഇപ്പൊ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടല്ലോ. ഓരോ ആശുപത്രികളിൽ നിന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിന്റെ കൃത്യമായ പ്രോട്ടോകോളും കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ച് ജനങ്ങളെ ആശങ്കയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും രക്ഷിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. സർ, പൊതുജന ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം